ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോറും സാമ്പാർ കറിയാണ്. ഒരു ഉച്ചക്കത്തെ ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ചോറിനായിട്ട് ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം അരി ഇടുന്നുണ്ട്. മറ്റേ സൈഡിൽ പരിപ്പ് വേവിക്കാൻ വെക്കുന്നുണ്ട്. സാമ്പാറിനായിട്ട് പരിപ്പ് വെന്തിക്കില്ലോ നോക്കാം ഗായ്സ്. പരിപ്പ് നല്ല വെടഞ്ഞ് നല്ല ഉടഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കഷ്ണങ്ങളായ ക്യാരറ്റും ഉള്ളിയും വെള്ളേരിൻ്റെ കഷ്ണങ്ങളും നമുക്കതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർക്കാം. മുളക് പൊടി ഞാൻ കുറച്ച് അല്പം കൂടുതലും, ഞാൻ എരിവ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ്. പിന്നെ നമുക്കത് വേവിക്കാൻ വെക്കാം ഗായ്സ്. അങ്ങനെ ഒരു ചീഞ്ചട്ടിയിൽ ഞാൻ തേങ്ങ വറുക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും തേങ്ങയിൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, കുരുമുളക് പൊടി ഒക്കെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസിനോട് ചേർക്കാൻ മറന്നുപോയി, എന്നാണ് സാമ്പാർ പൊടി. അങ്ങനെ നമുക്ക് അതിലേക്ക് സാമ്പാർ പൊടി ചേർക്കാം. മറ്റേ സൈഡിൽ തക്കാളിയും മുരിങ്ങക്കായും പുളി പിഴിഞ്ഞ് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനിയിപ്പോൾ ആ തേങ്ങ കുറച്ച് തണിഞ്ഞ ശേഷമാണ് ഞാൻ ജാറിലേക്ക് ഇടുന്നത്. ആ ജാറിൽ തേങ്ങ നല്ലോണം അരഞ്ഞ് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. അങ്ങനെ സാമ്പാർ നല്ല കളറായി മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും കൂടി പൊട്ടിയ ശേഷം അതിലേക്ക് ചേർക്കാം. എന്നാൽ പിന്നെ ഞാൻ ചോറ് സാമ്പാർ കൂട്ടി കഴിക്കട്ടെ.